ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കിയതോ. ദാബ സ്റ്റൈൽ മുട്ടക്കറിയാണ് കേട്ടോ. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ ഉള്ള ഒരു ദാബ സ്റ്റൈൽ എഗ്ഗ് കറി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാട്ടോ ഇത്. അപ്പം ഞാനിവിടെ ഒരു 5 പീസും മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് വരയിട്ട് കൊടുക്കാം കേട്ടോ. നീളത്തിലോ വട്ടത്തിലോ ആയിട്ട് ഇങ്ങനെ ചെറിയ വട്ടത്തിലായിട്ട് വരയിട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് പോകരുത്. നമ്മുടെ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള, അത്യാവശ്യം വലുപ്പത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നേരിയൊരു ബ്രൗൺ കളർ ആവുന്നതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടെ. നന്നായിട്ട് കുഴഞ്ഞു വരണ്ട. നേരിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ ഇത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ നിന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് എരിവിന് ആവശ്യമായുള്ളത് അത് ഇട്ട് കൊടുത്ത്, പിന്നെ ഇത്തിരി മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സവാള ഇവിടെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ പച്ച ഒരു റോ മണമൊക്കെ പോകുന്നത്, ഒരു നല്ല സ്മെല്ല് വരും മൂക്കിലേക്ക്. ആ ഒരു സ്മെല്ല് വരുന്നത് വരെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ആ ഒരു പച്ചമണം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടൊരു നല്ലൊരു സ്മെല്ല് വരില്ല ഒരു മസാലയുടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇത്തിരി നേരം ഒരു മിനിറ്റ് ഒരു സിമ്മിലിട്ടൊന്ന് അടച്ചു വെക്കുക. അപ്പോഴത്തേക്കും നല്ല മസാലയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഈ അരപ്പിൻ്റെ കൂടെ തന്നെ ആ മിക്സിയുടെ ജാറിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് വെച്ചാൽ അത്രയും വെള്ളം മാത്രം മതി, ഒരു ഇത്തിരി വെള്ളം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ അരപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് അതിൻ്റെ നെയ്യൊക്കെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരൂലേ, ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2 ടീസ്പൂണ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ടും ഒന്ന് തിളച്ചിട്ട് വീണ്ടും ഒന്ന് ആ ഒരു ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം. ഏറ്റവും ലോലോ ആണ് ഇടാനായിട്ട്. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഉപ്പൊന്ന് നോക്കുക, ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ഇത്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്ന് കറിയൊക്കെ അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ഇത്തിരി നേരം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ദാബ സ്റ്റൈൽ മുട്ടക്കറി ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിളാണല്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മറക്കരുത്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലൊന്ന് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ആ ഒരു മുട്ട നമ്മൾ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇത്തിരി നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ലാസ്റ്റ് തുറന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഇത്തിരി മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കുക. കണ്ടോ, നല്ല ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുട്ടയിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക, കഴിച്ച് നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്